ദൈവപിതാവിനു ബലിയേകാൻ സുതരിവരം നായണയുന്നു. നറുസൂലങ്ങളും നിറദീപങ്ങളും പരിമളധൂപവുമായി കാൽവരി ബലിവേദിയിൽ ദൈവപിതാവിനു ബലിയേകാൻ സുതരിവരം നായണയുന്നു. നറുസൂലങ്ങളും നിറദീപങ്ങൾ പരിമളധൂപവുമായി കാൽവരി ബലിവേദിയിൽ ഇന്നോളം നാഥൻ നൽകിയ നന്മകൾക്കായിന്നോളം നാഥൻ നൽകിയ നന്മകൾക്കായി നന്ദി പറഞ്ഞു സ്തുതിച്ചിടാം. മുൾമുടിയേന്തിയ നാഥനു മുൻപിൽ മുട്ടുമടക്കിടാം. കൈകൾ കൂപ്പിടാം. ദൈവപിതാവിനു ബലിയേകാൻ സുതരിവരം നായണയുന്നു. നറുസൂലങ്ങളും നിറദീപങ്ങൾ പരിമളധൂപവുമായി കാൽവരി ബലിവേദിയിൽ പരിശുദ്ധമായിട്ടുള്ള ബലിയർപ്പിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും യാചനകളെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥാനിൽ ബലിവേദിയിൽ സമർപ്പിച്ച് ഭക്തിയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പരിപാവനമായ ബലി ഇടവക സമൂഹമായി നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ നടത്തുന്ന പ്രസിദ്ധന്തിമാരെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ തൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ പ്രീസ്റ്റ് ഈസ് നോട്ട് ഈസ് ഓൺ, പുരോഹിതൻ അവന് സ്വന്തമല്ല എന്നുള്ള പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഈശോ ഭൂമിയിലേക്ക് ജാതനായത് ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്നത് ജീവിച്ചങ്ങ് കടന്നു പോകുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നവർക്കും താൻ എന്തിനു വേണ്ടിയിട്ടാണോ ഭൂമിയിൽ കടന്നു വന്നത് അവർക്കെല്ലാവർക്കും ജീവൻ നൽകുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഈശോനാഥൻ്റെ മക്കളായി വിളിക്കപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൗത്യം എന്നത് ജീവൻ നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി ഈശോ പറയുന്നത്, സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. രക്തസാക്ഷികളായ വിശുദ്ധർ കാട്ടിത്തരുന്നതും ഈ വലിയ മാതൃകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തുനാഥന് വേണ്ടി ജീവൻ കൊടുത്തവനാണ്. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ഏറെ ഒരുക്കത്തോടുകൂടെ ആഘോഷിക്കുമ്പോൾ നാമമാത്ര ക്രിസ്ത്യാനികളായി നമ്മൾ മാറാറുണ്ട്. കയ്യിൽ ജപമാല, കഴുത്തിൽ കുരിശുമാലയൊക്കെ പേറി ക്രിസ്ത്യൻ പേരുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ദൗത്യം എന്താണ് എന്ന്
നാം മറന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ബാഹ്യമായിട്ടുള്ള മോടിയോടുകൂടിയുള്ള ഒരു ജീവിതമല്ല ഒരു ക്രിസ്ത്യാനിയുടേത്. മറിച്ച് യേശുനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നവരൊക്കെ പുതിയ ഒരു ജീവിതം ലഭിച്ചിട്ടാണ് തിരികെ പോകുന്നത്. അത് ആരംഭിക്കുന്നത്, ഇത് കാണുന്നത് നമ്മൾ പുൽക്കൂട്ടിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച 3 രാജാക്കന്മാരുടെ തിരുനാട്, പ്രത്യക്ഷീകരണ തിരുനാട് ആഘോഷിച്ചപ്പോൾ നമ്മൾ ധ്യാനിച്ചതാണ്. 3 രാജാക്കന്മാർ ഭൂമിയിലെ വലിയ രാജാക്കന്മാരായിട്ട് അറിയപ്പെട്ടവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ, ആ ശിശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അവരെങ്ങനെയാണോ കടന്നു വന്നത് അതുപോലെയല്ല തിരിച്ചു പോകുന്നത്, ആ വഴിയല്ല തിരിച്ചു പോകുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ ദർശനമനുസരിച്ച് അവർ മറ്റു വഴിയെ പോയി എന്നാണ്. യേശുനാഥൻ്റെ സന്നിധിയിലേക്ക് അവനെ അറിഞ്ഞവർ, അവൻ്റെ ജീവിതം മനസ്സിലാക്കിയവരൊക്കെ പുതിയ ജീവിതത്തിലേക്കാണ് അവൻ്റെ സന്നിധിയിൽ നിന്ന് പോകുന്നത്. ഓർക്കണം, ഓരോ ബലിയർപ്പണവും പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള വിളിയല്ലേ. ഇവിടെ യേശുവിനെ കാണുക മാത്രമല്ല, അവനെ സ്വീകരിച്ചുകൊണ്ട് അവനെ അനുഭവിക്കുവാൻ, അവനെ ജീവന്റെ ഭാഗമാക്കി മാറ്റുവാൻ നമ്മൾ കടന്നു വന്ന് അവനെ നമ്മുടെ അധരത്തിലൂടെ സ്വീകരിക്കുമ്പോൾ ഓർക്കണം, പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകണം. ഈ ആലയത്തിൽ നിന്നും തിരികെ പോകുന്നത് പുതിയൊരു വ്യക്തിയായിട്ടാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തുവിനെ മനസ്സിലാക്കിയപ്പോൾ, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ള വിശുദ്ധ രക്തസാക്ഷികളൊക്കെ ക്രിസ്തുവിനെ മനസ്സിലാക്കിയപ്പോൾ ജീവൻ പോലും അവന് വേണ്ടി ത്യജിക്കുന്ന രീതിയിൽ അവർ തങ്ങളെ തന്നെ രൂപപ്പെടുത്തി. ഇന്ന് നമുക്കും സാധിക്കട്ടെ, ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കത്തക്ക രീതിയിലുള്ള ജീവിതം കർത്താവേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും യാചനകളെയും ഒക്കെ ബലിവേദിയിൽ സമർപ്പിക്കാം. ഈ ബലി അർപ്പിക്കുവാൻ തടസ്സം നിൽക്കുന്ന നിരവധി പാപങ്ങളുണ്ട്, പാപ സാഹചര്യങ്ങളുണ്ട്. ഹൃദയത്തിൻ്റെ ആ വിശുദ്ധിയിലേക്ക് കർത്താവ് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ബലിയർപ്പിക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ പാപങ്ങളും ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ
വാഴ്ത്തുന്നു ദിവ്യമഹിമകൾ പാടുന്നു നന്ദി മഹാമഹിമ നന്ദി ചൊല്ലും ദൈവം താഴ്മയായി ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു സർവ്വലോക രാജനേ സർവേകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാ ദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു ദൈവമേ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സാരമേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിബന്ധനേ കാരുണ്യം തോകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിബന്ധനേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ ആശക്തി നിർവ്വാണം പാപത്തിൽ എന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തോന്നണേ. ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവേ തേജസ്സി പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങ് മാത്രം തരും പാവകൻ അങ്ങ് കാലികനാം നാഥനും അങ്ങ് മാത്രം തരും പാവകൻ തൃക്കൈക ദൈവം ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരനായ ദൈവമേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് തന്റെ പീഡാസഹനങ്ങൾ തരണം ചെയ്യുവാൻ അങ്ങ് പ്രാപ്തനാക്കിയിരുന്നു. ഈ വിശുദ്ധന്റെ വിജയദിനം ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ സംരക്ഷണത്താൽ ശത്രുവിന്റെ കെണികളുടെ മേൽ അജയരായി നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും യൂദായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ യേശയ്യാക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്
യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്നും പുറപ്പെടും. അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയും ആയി അടിച്ച് രൂപാന്തരപ്പെടുത്തും. രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. യാക്കോബിന്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. മഹത്വവും ശക്തിയും അവിടുത്തെ എത്തുന്നു. പ്രഘോഷിക്കുവിൻ, കർത്താവിന്റെ മഹത്വപൂർണമായ നാമം സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സ്വരം ജലാരസ്തിക്കുമീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിന്റെ ദൈവം ഇതിനാദം മുഴങ്ങുന്നു. കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. കർത്താവ് ജനസഞ്ചനത്തിനുമേൽ സിംഹാസനനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ.
രണ്ടാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായും അറിയുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രയേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലിയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രേനായ യേശുവിനെ പരിശുദ്ധാത്മാവാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ വളരെ പ്രാധാന്യത്തോടുകൂടെ നാം ആഘോഷിക്കുന്നത്. ഇന്നതിന് സമാപനം കുറിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കാത്ത ദൈവാലയങ്ങളും ഇടവകളും വളരെ വിരളമാണ്. അത്രയേറെ പ്രശസ്തനായ പ്രസിദ്ധനായ ഒരു വിശുദ്ധൻ. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക അനുകരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. സാധാരണ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ തിരുനാൾ ആഘോഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നത് ആരുടെ തിരുനാളാണോ ആഘോഷിക്കുന്നത് ആ വ്യക്തി തന്നെയാണ്. നമ്മൾ വളരെ
വലിയ തോതിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി ഓർക്കപ്പെടേണ്ടത് ആരെയാണോ നാം ഓർമ്മിക്കുന്നത് അയാളുടെ ജീവിതം തന്നെയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതമാണ് നാം ആഘോഷിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യത്തിൻ്റെയും സ്ഥൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ വലിയ പുണ്യം നിറഞ്ഞ ജീവിതമാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിനം തന്നെ സഭയിൽ ആദ്യമായി പുരോഹിതൻ നടത്തുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധൻ്റെ തിരുനാൾ ദിനത്തിലുള്ള സമാഹരണ പ്രാർത്ഥനയുടെ ആരംഭം. ഇങ്ങനെയാണ്: കർത്താവെ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വിശുദ്ധരും അതിസാധാരണമായ വിധത്തിൽ ക്രിസ്തീയ പുണ്യങ്ങൾ ജീവിച്ചവരാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ സഭ കാണുന്നത് ധീരതയുടെ വലിയൊരു ചൈതന്യം പേറുന്ന ഒരു വിശുദ്ധനായിട്ടാണ്. അതിന് അദ്ദേഹം ദൈവമാര് എന്ന കൃത്യമായ അറിവ് ഈ വിശുദ്ധനുണ്ടായിരുന്നു. നമുക്ക് സാധാരണ ഈ വിശുദ്ധനെ അറിയാവുന്നത് പഞ്ഞം, പട, വസന്ത എന്നുള്ള ചില മാരകമായ കാര്യങ്ങൾക്കെതിരെയുള്ള മാധ്യസ്ഥ ശക്തിയുള്ള വിശുദ്ധനെന്ന് മാത്രമാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായതും അതുകൊണ്ടാണ്. സാധാരണയായിട്ട് നമുക്ക് പ്രത്യേക ഭക്തിയുള്ള ചില വിശുദ്ധരൊക്കെയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഗീവർഗീസ്. കാരണം എന്താ? ഇവരുടെ കൈകളിലെല്ലാം ആയുധങ്ങളുണ്ട്. വാളും കുന്തവും അമ്പും വില്ലും ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ കൈകളിലിരിക്കുന്ന വസ്തുക്കളല്ല ഇവരെ പ്രഗത്ഭരാക്കിയത്. ഇവരാരെയാണോ അനുഗമിച്ചത് അതാണ്. യേശുവിനെ ജീവന തുല്യം സ്നേഹിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ദൈവം ആരാണ് എന്നറിയുക എന്നുള്ള ഒരു വലിയൊരു സന്ദേശം ഈ വിശുദ്ധൻ നൽകുന്നുണ്ട്. സാധാരണയായി നമ്മൾ ഇന്നലെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇത് എല്ലാ ദിവസവും സഭയിലെ 4-5 നേരവും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് യാമപ്രാർത്ഥനകൾ. അതിലൊരു ഓഫീസ് ഓഫ് ദ റീഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ആദ്യത്തെ പ്രാർത്ഥന, ദിവസം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഒരു പ്രാർത്ഥന ഉണ്ട്. അതിൽ ഓരോ വിശുദ്ധരെ കുറിച്ചുള്ള വായനകൾ, ഒന്നാമത്തെ വായന മിക്കവാറും എല്ലാം പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ വായിക്കും. അതിൽ രണ്ടാമത്തെ വായന എപ്പോഴും സഭയിലെ പിതാക്കന്മാരുടെ എഴുത്തുകളായിരിക്കും. രക്തസാക്ഷികളുടെ പൊതുവായ ഒരു വായനയിൽ വിശുദ്ധ അഗസ്തീനോസ് എഴുതിയിരിക്കുന്ന ഒരു വാക്യം അതെന്നെ ആകർഷിക്കാനിടയായി. രണ്ടാമത്തെ വായനയിലുള്ളതാണ്. അത് പ്രകാരമാണ്: Martyrs were knowing what they were eating and drinking, and they became what they are. രക്തസാക്ഷികൾക്ക് അവർ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും എന്താണ് എന്ന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവ സ്വീകരിച്ചുകൊണ്ട് അവയായി മാറുവാൻ അവർക്ക് സാധിച്ചു. Martyrs were knowing what they were eating and drinking. വിശുദ്ധന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച യേശു, പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം എന്താണ് എന്ന് ജീവിതത്തിൽ അനുഭവിച്ചവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് ഈശോയായി മാറുവാൻ, ഈശോയെ അനുകരിക്കുവാൻ, മറ്റുള്ളവർക്ക് ഈശോയുടെ സ്നേഹ സാന്നിധ്യം നൽകുവാൻ ഈ വിശുദ്ധന് സാധിച്ചു. അതിന് ദൈവത്തെ അറിയേണ്ടത് പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവരാണ്, പക്ഷെ മാതൃക അനുകരിക്കുന്നവരല്ല. മാതൃക ഇല്ലാതെ ഉള്ള മാധ്യസ്ഥങ്ങളെല്ലാം ആവിലായ വിശുദ്ധ അമ്മ ത്രേസ്യ പറയും,
അതൊക്കെ ഫൂളിഷ് ഡിവോഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഭോഷത്തരം നിറഞ്ഞ ഭക്തകൃത്യങ്ങളാണ്. അതുകൊണ്ട് മാതൃക പ്രധാനപ്പെട്ടതാണ്. ഈ വിശുദ്ധന്റെ ജീവിത മാതൃക വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈയിടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് ഡാനിയൽ പൂണത്തിൽ അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കുവാനിടയായി. അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ വിശ്വാസം പോകുകയില്ലെങ്കിൽ 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞു, വിശ്വാസം പോകില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. 100-ൽ 95% പേരും വരുന്ന ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല. 100-ൽ 95% പേരും ആരാധിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല. യഥാർത്ഥ ദൈവത്തെ അല്ല അവർ ആരാധിക്കുന്നത്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത്, ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ വന്ന് പ്രസംഗിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇവിടെ എഴുന്നേറ്റ് വന്നിട്ട് എന്തുവായി പറയുന്നതെന്നൊക്കെ പറഞ്ഞ് പോയിരിക്കെ, ഈ പ്രസംഗമൊക്കെ നിർത്തി പൊക്കെ, എന്തിനായി ദിവ്യബലി എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കൊക്കെ പറഞ്ഞ് അയാൾ പോവുകയാണ്. നേരെ കയറി ആ റോഡിലോട്ട് വരുമ്പോൾ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് ചെറുതായിട്ടൊന്ന് ഇടിക്കുകയാണ്. അയാൾ മറിഞ്ഞ് വീഴുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയും? എങ്ങനെയുണ്ട്? പറഞ്ഞിട്ടങ്ങ് പോയതേ ഉള്ളൂ. പണി കൊടുത്തതുണ്ട. ഇതാണ് എൻ്റെ ദൈവം, ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി. നമുക്കെന്തെങ്കിലുമൊക്കെ പറ്റിയാലും, നമ്മളോട് ആരെങ്കിലുമൊക്കെ അകാരണമായി കോപിച്ചാലും നമ്മൾ എന്താ പറയുക? അവരോടൊക്കെ ആര് ചോദിക്കുമെന്നാ പറയാ? ദൈവം ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കേണ്ടവരാണ് ദൈവമെങ്കിൽ ആദ്യം ആരോടാ ചോദിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ദൈവം നമ്മളോട് ചോദിക്കില്ല, നമ്മളോട് ആരോടും ചോദിക്കില്ല. നമ്മുടെ ശത്രുക്കളോടും നമുക്ക് വിദ്വേഷമുള്ളവരോടും മാത്രം ചോദിക്കുകയും അവർക്ക് വലിയ ദുരിതങ്ങൾ സമ്മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരുന്നവനാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നമുക്ക് ആവശ്യവും. ജോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കും, ദൈവത്തെ ആരാധിക്കേണ്ടത് അവിടെ നിന്ന് നമുക്ക് ആവശ്യമായവ നൽകുന്നത് കൊണ്ടല്ല. ദൈവവുമായി ചേർന്നിരിക്കുമ്പോൾ ഈശോ പറഞ്ഞ പലതവണയായിട്ട് ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾക്ക് ഇവയൊക്കെ ആവശ്യമാണ് എന്ന് നിങ്ങളുടെ പിതാവിനറിയാം, അതുകൊണ്ട് അവ ദൈവം നിങ്ങൾക്ക് നൽകും. അത് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകരുത്. പൗലോസ്ലീഹ വീണ്ടും പറയും, ഈ ലോക ജീവിതത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യം കെട്ടവർ, ഹതഭാഗ്യരായ മനുഷ്യർ വേറെയില്ല. പൗലോസ്ലീഹയുടെ വാക്കാണ്. എന്നാൽ നാം ഈ ലോക ജീവിതത്തെ ആശ്രയിച്ചോ അതിനെ ലക്ഷ്യം വെച്ചോ അല്ല ജീവിക്കുന്നത്, മറിച്ച് വരാനിരിക്കുന്ന ജീവിതത്തെ ആസ്പദമാക്കിയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധന്റെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി, നമ്മുടെ വിശ്വാസത്തിന്റെ ഫലമായി, നമ്മുടെ ഭക്തിയുടെ ഫലമായി ഈ വിശുദ്ധൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കും, അത് ഉറപ്പാണ്. പക്ഷെ അതിനു വേണ്ടി മാത്രം ഈ വിശുദ്ധന്റെ അടുക്കിലേക്ക് പോകരുത്. നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ ഒരു രത്നച്ചുരുക്കം എടുക്കുമ്പോൾ 95% പേര് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഉത്തരം പറയേണ്ട നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. ഏതെങ്കിലും ഒരു തവണ, ദിവസത്തിൽ ഒരു തവണയെങ്കിലും കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ടോ? ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പ്രാർത്ഥിക്കുന്ന എന്ത് പ്രാർത്ഥിക്കുന്നു വെച്ചാൽ 5 ജപമാല ചൊല്ലുന്നവരാണ് നമ്മളെന്ന് പറയും. 2-3 വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെന്ന് പറയും. എന്താ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? നമുക്കൊക്കെ ഓരോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനാണ് യൂദാ തദ്ദേവൂസിനോടൊക്കെ എന്താ ഭക്തി? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. അസാധ്യമായ കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതെല്ലാം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തകൃത്യങ്ങൾ. യേശു ഇങ്ങനെയുള്ള ആരാധകരെ അല്ല അന്വേഷിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിൽ സമറിയക്കാരി സ്ത്രീയോട് കർത്താവ് പറയും, പിതാവ് അന്വേഷിക്കുന്ന ആരാധകർ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്.
അതുകൊണ്ട് നമ്മുടെ ആരാധന സത്യത്തെക്കുറിച്ചുള്ള ആരാധനയായിരിക്കണം. യഥാർത്ഥ ദൈവത്തെ അറിയണമെന്നുള്ളതാണ്. ദൈവം നമ്മുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ചെയ്യുന്നവനല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചു നോക്കണം. അവിടെ പറയും, എൻ്റെ ചിന്തകൾ മനുഷ്യൻ്റേത് പോലെയല്ല. ആകാശം ഭൂമിയിൽ നിന്ന് എത്ര കണ്ട് ഉയർന്നിരിക്കുന്നുവോ അത്ര കണ്ട് എൻ്റെ ചിന്തകൾ മനുഷ്യരുടേതിൽ നിന്ന് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് കുരിശുകളെയും വരുന്ന പ്രതിസന്ധികളെയും ഒക്കെ മാറ്റി നിർത്തുന്നവനാണ്, നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നവനാണ് ദൈവം എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെയൊക്കെ വിശ്വാസം എല്ലാം അധംപതിച്ചു പോകുമെന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാവുന്നത് പോലെ ഈ വിശുദ്ധൻ ഈ കാണുന്ന വിധത്തിൽ രക്തസാക്ഷിയായവനല്ല. ഇതിനൊരു മറുപുറം. ഈ കാണുന്ന അമ്പുകളേറ്റ് പ്രാണൻ പോകുന്ന അവസ്ഥയിലും പ്രാണൻ രക്ഷിച്ചിട്ടും, ദൈവം ഒരു സ്ത്രീയെ അയച്ച് രക്ഷിച്ചിട്ടും വീണ്ടും പോവുകയാണ് അസാധാരണമായ ധൈര്യത്തോടുകൂടെ രാജാവിനെ വെല്ലുവിളിക്കാൻ. ഇതാണ് ആത്മധൈര്യം, ഇതാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എൻകൗണ്ടറിലാണ് ഈ വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിക്കുന്നത്. അതുകൊണ്ട് വേദനകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ മനഃപൂർവ്വം രക്ഷപ്പെട്ടവനല്ല, മറിച്ച് വിശ്വാസം എന്താണെന്ന് അറിഞ്ഞ് അതിന് ധീരമായ സാക്ഷി നൽകിയവനാണ് ഈ വിശുദ്ധൻ. അതുകൊണ്ട് ധീരതയുടെ ചൈതന്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിന് ദൈവം ആരാണ് കൃത്യമായി അറിയണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മളെ യഥാർത്ഥ ജീവിതം ജീവിക്കുവാനായിട്ട് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അത് തുടങ്ങുന്നത് തന്നെ ഒരു പാട്ടോടു കൂടിയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ അതിനകത്ത് യെശയ്യാ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ എന്താ അറിയാത്തത്? ദൈവമാരെന്ന് അറിയുന്നില്ല. അപ്പൊ ദൈവമാര് എന്ന് അറിയുക എന്നുള്ളത് വലിയൊരു ആഹ്വാനമാണ്. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ദൈവം പലതവണയായിട്ട് ആവർത്തിക്കുന്നത് ഞാൻ ആരാണെന്ന് അറിയുക എന്നുള്ളത്. Be calm and know that I am the Lord. ശാന്തനാവുക, ഞാൻ ദൈവമാണ് എന്നറിയുക. ഇത് പലതവണ നമ്മൾ ആരാധനയിലൊക്കെ വായിച്ചു കേട്ടിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ്. ശാന്തനാവുക, ഞാൻ ദൈവമാണ് എന്നറിയുക. ദൈവത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് ദൈവത്തിൻ്റെ തന്നെ വലിയൊരു ആഗ്രഹമാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് മനസ്സിലാക്കിയവരാണ് രക്തസാക്ഷികൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാർട്ടേഴ്സ് വെയർ നോയിങ് വാട്ട് ദേ വർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എന്നുള്ളത്. അവർക്കറിയാമായിരുന്നു അവരെന്താ ഭക്ഷിക്കുന്നതെന്ന്, എന്താ പാനം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അതിന് സാക്ഷി നൽകുവാൻ അവർ ഒരുമിട്ടിറങ്ങി. പലതവണ പത്രോസ് ഈശോയെ കുരിശിൽ നിന്ന് അകറ്റുന്ന രംഗങ്ങൾ കാണുമ്പോൾ അവസാന നിമിഷത്തിൽ പോലും പത്രോസിനോട് ഈശോ പറയും, പത്രോസെ, നീ വിചാരിക്കുന്നുവോ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് എനിക്ക് ലക്ഷത്തിലധികം വ്യൂഹം മാലാഖമാരെ അയച്ച് എൻ്റെ ശത്രുക്കൾക്കെതിരെ പോരാടുകയില്ലെന്ന് നീ കരുതുന്നുവോ? അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വിശുദ്ധ ലിഖിതം പൂർത്തിയാകും? ഞാൻ ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണ്. അതിലൂടെ ഞാൻ കടന്നു പോകുക തന്നെ വേണം. നാം ക്രിസ്തീയ ജീവിതത്തിൽ അന്വേഷിക്കുന്ന ദൈവം കുരിശിലെ ദൈവമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും എടുത്തു പറയുന്നുണ്ട്, യഹൂദർക്ക് ഇടർച്ചയ്ക്ക് കാരണവും ഗ്രീക്കുകാർക്ക് ഭോഷത്തരവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. എന്നാൽ വളരെ വലിയൊരു അഡ്ജക്റ്റീവ് കൊടുത്താണ് ഈശോയെ അവതരിപ്പിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്ന് പറയാം. ഉദ്ധാനം ചെയ്ത യേശുവിനെ അല്ല. യേശു ഉദ്ധിതനാണ് എന്ന് പറയുന്നതിന് മുമ്പ് അവിടുന്ന് ക്രൂശിതനാണ്, അവിടുത്തെ കുരിശുമരണം വഴിയാണ് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയാൻ അപ്പസ്തോലന്മാർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് സഹനങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല ക്രിസ്തീയ ജീവിതം, അതിനെ ധീരതയോടുകൂടെ നേരിടുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിന് ദൈവം ആരാണെന്ന് അറിയുക വേണം. 2-3 ദിവസം മുമ്പ് ഇൻസ്റ്റയിലൊക്കെ മരിച്ചുപോയ ശ്രീനിവാസന്റെ കുറെ ഇന്റർവ്യൂ ജനങ്ങൾ ആഘോഷിക്കുന്നത് കാണുവാനിടയായി. അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂസിൻ്റെയൊക്കെ ഒരു രക്തചുരുക്കം എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പ്രസ്താവിക്കാനാണ്. അതിന് ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേക നയങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രശംസനാർഹമായ വിധത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവിടുത്തെ നയങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഘോരഘോരം പ്രഘോഷിക്കുന്നുണ്ട്. അതിന് താഴെ ഒരുപാട് പേര് കൈയടിക്കുന്നുണ്ട്. കത്തോലിക്കരായ നമ്മുടെ ദേവാലയവുമായി ഒരുപാട് സഹകരിക്കുന്ന വ്യക്തികൾ പോലും അതിനെ ലൈക്ക് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുകയും ചെയ്തപ്പോഴേക്കും വലിയ വിഷമം തോന്നി. കാരണം ഈശോ തന്നെ പിതാവിനെ സ്തുതിക്കുന്ന ഒരു രംഗമുണ്ട്. ഐ താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞു തുടങ്ങും. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ കർത്താവെ, ഇക്കാര്യങ്ങൾ അങ്ങ് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഏത് കാര്യങ്ങൾ? ഇന്ന് നാം ആഘോഷിക്കുന്നത് പോലെ ഇതെൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവിക സത്യം, യേശു ദൈവപുത്രനാണ്, അവിടുന്ന് ദൈവം തന്നെയാണ് എന്നുള്ള മഹാരഹസ്യം ലോകത്തിലെ വിജ്ഞാനികൾക്കും വിവേകികൾക്കും അല്ല കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിജ്ഞാനികളൊക്കെ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും ദൈവമില്ല എന്ന് പ്രസ്താവിക്കുമ്പോൾ കർത്താവ് അവരെ നോക്കി പറയും, ദ ഫൂൾ ഹാസ് സെഡ് ഇൻ ഹിസ് ഹാർട്ട് ദെർ ഇസ് നോ ഗോഡ് അബവ്. ഭോഷൻ ദൈവമില്ല എന്ന് പ്രസ്താവിക്കുന്നുവെന്ന് സങ്കീർത്തനങ്ങളിലൂടെ കർത്താവ് അരുൾ ചെയ്യും. വീണ്ടും ഈശോ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, കേൾക്കുന്ന ചെവികൾ ഭാഗ്യമുള്ളവ. കാരണം അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നവ കാണാനും കേൾക്കുന്നവ കേൾക്കാനും കൊതിച്ചിരുന്നു, എങ്കിലും കണ്ടില്ല, കേട്ടില്ല. നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈശോ വീണ്ടും പറയും, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാനാണ്. അതങ്ങനെ തന്നെ ഈശോ പറയും, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുഞ്ഞുങ്ങളും നമ്മളായിരിക്കുന്ന ഈ വിശ്വാസമൊക്കെ നമ്മുടെ മെറിറ്റാണ്, നമ്മുടെയൊക്കെ യോഗ്യതയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി. ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ലോകത്തിൻ്റെ വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും കർത്താവ് അത് ഒളിച്ചു വെച്ചുകൊണ്ട് നിസാരരും ബലഹീനരുമായ മനുഷ്യർക്ക്, സ്വയം എളിമപ്പെടുന്ന മനുഷ്യർക്ക് കർത്താവ് തന്നെ വെളിപ്പെടുത്തി. ഈ വലിയ അറിവാണ്, ഈ വലിയ ബോധ്യമാണ് നമ്മളെ ധൈര്യപൂർവ്വം ജീവിക്കുവാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും പ്രത്യേക നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മാത്രം ഈ വിശുദ്ധൻ നമ്മുടെ പ്രിയങ്കരനായി മാറരുത്. അതങ്ങനെയല്ല. വീണ്ടും നമ്മുടെ ഒരു പ്രശസ്തനായ സിനിമാ താരം സലീം കുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി. അദ്ദേഹം പറയും, ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാറില്ല, ദൈവവിശ്വാസമില്ല. എന്താ കാരണം പട്ടിണി മാറുവാനായിട്ടും നമ്മുടെ സങ്കടങ്ങൾ തീർക്കുവാനുമായിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ പോകുമ്പോൾ നമ്മൾ അവർക്ക് പായസം കൊടുക്കണം, നേർച്ച കാഴ്ചകൾ കൊടുക്കണം, പിന്നെ അവരേത് ദൈവമാണെന്ന് ചോദിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവമാരാണ് എന്നുള്ള അറിവാണ് പ്രധാനം. നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരുവാൻ, നമുക്ക് ഭക്ഷണം തരുവാൻ ഉള്ള ആളാണോ ദൈവം? ആണോ? അങ്ങനെയാണോ? ചില സമയത്ത് സങ്കടം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ കുമ്പസാരിക്കാൻ വരുമ്പോഴത്തേക്ക് അവരുടെ ആദ്യത്തെ ഇത് സ്ത്രീകൾക്കാണ് കൂടുതൽ, പുരുഷന്മാർക്ക് കുറവാണ്. സ്ത്രീകൾ തുടങ്ങുന്നത് തന്നെ, അച്ഛൻ എനിക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ല പെയിൻ. അപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ ഡോക്ടർ ആയതുകൊണ്ടാണോ ഇവർ പറയുന്നത്? ഡോക്ടറാണ് ഞാൻ. വേറെ ചിലർ പറയുന്നത് എനിക്ക് കടഭാരമായി 30 ലക്ഷത്തിൻ്റെ കടമുണ്ടെന്ന്. അത് ശരി, അപ്പം അത് ഞാൻ ബാങ്ക് മാനേജറാണോ? ആണോ? മരുമകൾ മൂതേരിയാണ്. ഇതാണ് കുമ്പസാരത്തിൻ്റെ രഹസ്യം. കുമ്പസാരത്തിൻ്റെ സംഗ്രഹത മരുമകൾ മൂതേരിയാണ്. കുടുംബ കോടതിയിലെ ജഡ്ജാണോ ഞാൻ? നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താ ദൈവത്തോട് പറയേണ്ടത്. കുമ്പസാരം വച്ചിരിക്കുന്നത് നമ്മൾ ബലഹീനരാണ്, പാപികളാണ്. കർത്താവെ, ഞാൻ പാപിയാണ്. വളരെ ജെന്യൂനായിട്ട് ഇങ്ങനെ ഒരു കുമ്പസാരം കേട്ടിട്ട് കുറേ കാലമായി, സ്ത്രീകളിൽ നിന്ന് പ്രത്യേകിച്ച്. അത് നിങ്ങൾ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. പലപ്പോഴും ധ്യാനം നടക്കുമ്പോഴേക്കും ഞാൻ അച്ഛന്മാരോട് പറയാറുണ്ട്, അച്ഛൻ ഈ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു ദിവസം എങ്ങനെ കുമ്പസാരിക്കണം എന്നൊരു ക്ലാസ് കൊടുക്കണം. നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റാനല്ല,
അതാണ് ഈ ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളൊരു 3 ബാലന്മാരെ കാണും. അഗ്നികുണ്ഡത്തിൽ കിടക്കുന്ന 3 ബാലന്മാർ. അവരുടെ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ തറവാടിത്തം എന്ന് പറയും. അതിന് തറവാടിത്തം എന്നാ പറയാം. എന്താണെന്നറിയാവോ? നബൂഖദ്നേസർ രാജാവ് ഈ കുട്ടികളോട് പറയും, ഞാൻ ഒരു ചാൻസ് കൂടി തരാം, ഞാൻ വച്ചിരിക്കുന്ന ഈ ബിംബത്തെ നിങ്ങൾ താണു വണങ്ങി ആരാധിച്ചാൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം. അവരവിടെ നിന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്, രാജാവേ, ഇക്കാര്യത്തിൽ നിന്നോട് രണ്ടാമതൊരു സംസാരം ഇല്ല. അതെങ്ങനെയാ പറഞ്ഞത്? രണ്ടാമതൊരു സംസാരമില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ദൈവം ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിക്കാൻ കേൾപ്പുള്ളവനാണ് എന്ന് എനിക്കറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. അതേപോലെ ഇനി രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്നെ അനുസരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും അവിടുന്ന് ഏക ദൈവമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അവസാന നിമിഷത്തിൽ പോലും കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ള ഒരു വലിയൊരു പ്രലോഭനത്തെ അതിജീവിച്ചവനാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ പ്രത്യക്ഷവൽക്കരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രത്യക്ഷീകരണത്തിനൊക്കെ ഇന്ന് പ്രത്യക്ഷീകരണത്തിന് 2ാം ഭാഗമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഓരോന്നിനും ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവൻ രാജകൊട്ടാരത്തിൽ ജനിക്കുമെന്ന് അവരുടെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കർത്താവ് ജനിക്കാൻ ആഗ്രഹിച്ചത് കാലിത്തൊഴുത്തിലായിരുന്നു. അത് കണ്ടപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിച്ചു. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത്. വീണ്ടും ഇന്ന് നമ്മൾ കാണുന്ന യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, അവൻ എന്നെക്കാൾ വലിയവനായിരിക്കും, അവൻ അഗ്നിയാലും പരിശുദ്ധാത്മാവാലും സ്നാനം നൽകും, വീശുമുറം അവന്റെ കൈകളിലുണ്ടായിരിക്കും, അവൻ കെടാത്ത പതിരെല്ലാം ശേഖരിച്ച് കെടാത്ത അഗ്നിയിൽ ചുട്ടുകളയുമെന്നൊക്കെ പ്രഘോഷിച്ച സ്നാപക യോഹന്നാൻ യേശുവിന്റെ പ്രവർത്തന രീതികൾ കണ്ടപ്പോൾ ശിഷ്യന്മാരെ അയക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്നുള്ള ചോദ്യം. പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഈശോ പ്രവർത്തിച്ചപ്പോൾ ഈശോ പറഞ്ഞു, പോയി കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അവനോട് പറയുക. രോഗികൾ സുഖപ്പെടുന്നു, അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. ഇതാണ് ദൈവരാജ്യം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കാണും. ഇതാണ് ദൈവരാജ്യം. പക്ഷെ ദൈവത്തിന് ഇതാണ് ദൈവരാജ്യം. അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ വീണ്ടും പറയുന്നു പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ ദൈവമായിരിക്കുന്നത് പോലെ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. നമുക്ക് പല സങ്കല്പങ്ങളും കാണും. ഇങ്ങനെ ആയിരിക്കണം ദൈവം, ഇങ്ങനെയാണ് ദൈവം. നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന വരയിലൂടെ ദൈവത്തെ നടത്താൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പോലും. അവിടെയാണ് വിശുദ്ധനിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ജീവൻ രക്ഷിക്കാമായിരുന്ന പല സംവിധാനങ്ങളും പല സാഹചര്യങ്ങളും അനുകൂലമായി അദ്ദേഹത്തിന് കിട്ടിയിട്ടും ധൈര്യസമേതം ജീവിക്കുന്നുവെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ധൈര്യത്തോടുകൂടെ ജീവിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഭേദം മരണമാണ് എന്ന് പ്രഖ്യാപിച്ചവനാണ് ഈ വിശുദ്ധൻ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്, സാക്ഷ്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തേണ്ടതിൻ്റെ ആവശ്യമാണ്. ദൈവം ആരാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനുള്ള ഒരു പ്രേരണ നൽകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്. ഇന്ന് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസേ, അങ്ങ് ഈശോയെ സ്നേഹിച്ചതുപോലെ, ഈശോയെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുവാൻ, സ്നേഹിക്കുവാൻ, അങ്ങനെ ധൈര്യസമേതം ഞങ്ങളുടെ വിശ്വാസം ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചു തരണമേ, ഞങ്ങൾക്കായി നേടിത്തരണമേ. ബാക്കിയുള്ളവ ഈശോ അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നൽകപ്പെടും. ഇത് വലിയൊരു പ്രത്യാശയാണ്, വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു വിശ്വാസ സത്യമാണ്. കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി, അവിടെ നമ്മോടും ചേർന്ന് നിൽക്കും. കർത്താവ് ചേരാൻ വേണ്ടി മാത്രം, അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം ഈ ബലിവേദിയെ സമീപിക്കരുത്, വിശുദ്ധനെ സമീപിക്കരുത്. മറിച്ച് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ധൈര്യത്തോടു കൂടി ജീവിക്കുവാൻ,
വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതം അനേകർക്ക് സാക്ഷ്യത്തിൻ്റെ ഒരു ജീവിതമായി മാറ്റുവാനുള്ള വലിയൊരു കൃപ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നമുക്ക് നൽകട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് സഭയോടൊപ്പം ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെ ഭൂമിയുടെ ദൃശ്യമദൃശ്യമെല്ലാറ്റിന്റെ സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവൻ എന്തിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവാ സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും യാചനകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റുള്ള മെത്രാമാരെയും ഞങ്ങളുടെ ഇടവക വികാരി മേരി ജോണച്ചനെയും ഇന്ന് ഞങ്ങൾക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചെറിയ തങ്കച്ചൻ അച്ഛനെയും വചനം പകർന്നു നൽകിയ അഗസ്റ്റിൻ സേവ്യർ അച്ഛനെയും മറ്റുള്ള വൈദികരെയും സന്യസ്തരെയും ഞങ്ങൾ ഈ ബലിയിൽ ഓർക്കുന്നു. ജ്ഞാനസ്നാന ജലത്താൽ മുദ്രിതരായ ജനത്തെ വിജ്ഞാനത്തിലും ആത്മാവിൻ്റെ നിറവിലും നയിക്കാൻ അങ്ങേ അഭിഷിക്തരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ അവിടുത്തെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ക്രിസ്തീയ മൂല്യങ്ങൾക്ക് അനുസൃതമായി കൗദാശിക ജീവിതം നയിച്ചുകൊണ്ടും വിശ്വാസ ദീപം അണയാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടും അങ്ങേ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം തന്നെ നല്ല ദൈവമേ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വ്യാജിച്ച് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ ക്രിസ്ത്യാനിമാരെയും ഈ പെരുന്നാളിന് വേണ്ടി ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങൾ ചെയ്തവരെയും അവരുടെ വിലയേറിയ നിയമങ്ങളെയും കരുവാർന്ന് അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് വൈദ്യനായ ദിവ്യനാഥ, പലവിധ രോഗങ്ങളാലും വാർദ്ധക്യസഹജമായ അസുഖങ്ങളാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ സൗഖ്യദായകമായ സ്പർശനത്തിനായി സമർപ്പിക്കുന്നു. ഇവരുടെ വേദനയിൽ ആശ്വാസമായും ഏകാന്തതയിൽ കൂട്ടായും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ സ്വാന്തനമായും അങ്ങ് കൂടെ ഉണ്ടാകണമെന്നും എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ.
കാരുണ്യവാനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് അങ്ങേ സന്നിധിയിൽ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും മേൽ അലിവ് തോന്നണമേ. അങ്ങേ സ്നേഹത്തെ മറന്ന് ഇവർ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അങ്ങ് വാഗ്ദാനം ചെയ്ത നിത്യ സൗഭാഗ്യത്തിന് ഇവരെയും അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കൈകൾ നീട്ടി നിൽക്കുമിൻ യേശുനാഥ, താവക സന്നിധി എൻ ജീവിതം കാഴ്ചയേകാം. സ്നേഹതാത സന്നിധി എൻ്റെ ഈ ചെറുജീവിതം ശ്രേഷ്ഠമായൊരു കാഴ്ചയായി തീർക്കണേ. ആശീർവദിച്ചെന്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. അപ്പോഴും നീങ്ങിനൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയിൽ. ആശീർവദിച്ചെന്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. നന്മയായതൊന്നുമേ എന്നിലില്ലെന്നേശുവേ, നിന്റെ പാവന ബലിയിൽ യോഗ്യതയിൽ എന്നെ ചേർത്തിടുന്നു. ആശീർവദിച്ചെന്റെ ജീവിതത്തെ അങ്ങയ്ക്ക് യോഗ്യമായി തീർക്കണമേ. എന്റെ പാപഭാരവും ലോകമേകിയ മുറിവുകളും നിന്റെ യാഗവേദിയിൽ സുരഭില കാഴ്ചയായി അർപ്പിക്കണേ.
കൈകൾ നീട്ടി നിൽക്കുമെൻ യേശുനാഥ താവക സന്നിധി എൻ ജീവിതം കാഴ്ചയേകാ സ്നേഹതാത സന്നിധി എന്റെ ചെറുജീവിതം ശ്രേഷ്ഠമായൊരു കാഴ്ചയാ തീർത്തനേ അപ്പവും വീഞ്ഞിനുമൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയിൽ ആശീർവദിച്ചെന്റെ ജീവിതത്തെ അങ്ങേക്ക് യോഗ്യമായി തീർക്കണമേ അപ്പവും വീഞ്ഞിനുമൊപ്പമെന്നെ അർപ്പിക്കുമീ തിരുപൂജയിൽ ആശീർവദിച്ചെന്റെ ജീവിതത്തെ അങ്ങേക്ക് യോഗ്യമായി തീർക്കണമേ അങ്ങേക്ക് യോഗ്യമായി തീർക്കണമേ. പൂർണ്ണമായി ഏകിടുന്നു ദൈവമേ ഉയരുമീ കാഴ്ചയേറ്റുവാങ്ങണേ കുറവുകൾ കരുണയോടെ നീക്കണേ പൂർണ്ണമായി മാറുവാൻ കൃപ തൂകണേ പൂർണ്ണമായി തേടിടുന്നു ദൈവമേ ഉയരുമീ കാഴ്ചയേറ്റുവാങ്ങണേ ക്രൂശിലെ പരിപൂർണ ബലിയിൽ ചേർത്തിടാം നാഥ നൽകിടാം ദാനമായി ജീവിതം ക്രൂശിലെ പരിപൂർണ ബലിയിൽ ചേർത്തിടാം നാഥ നൽകിടാം ദാനമായി ജീവിതം നിന്റെ ദിവ്യ സ്പർശനം ഇന്നേതിരോ ഞങ്ങൾ നിന്റേതായി തീരുവാൻ വരമേകണേ. സഹോദരന്റെ നിങ്ങളുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബസ്ത്യാനോസ് സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ.
അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിണ്ടലവും. അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോൻ ഏറ്റം ധന്യനുമാ. അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന
എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നോ കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പോസ്റ്റലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ നിന്നാമം പൂജിതമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. തിന്മയിൽ നിന്നു കാത്തിടേണം. കർത്താവേ,
എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം യേശുവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ശാന്തി നൽകേണമേ. കുഞ്ഞാടെ ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങ് ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അത് മാത്രം മതി എന്നെ ആത്മാവ് സുഖമേകുവാൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം ഏകുന്നൊരേശുവുണ്ട്.
കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം ഏകുന്നൊരേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നൊരേശുവുണ്ട്. നിന്നെ നെഞ്ചോട് ചേർക്കുന്നൊരേശുവുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം ഏകുന്നൊരേശുവുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാത്തിനുമുടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാത്തിനുമുടയവൻ. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം ഏകുന്നൊരേശുവുണ്ട്. കണ്ണാലെ കാണുന്നവർ കണ്ടില്ലെന്നാകിലും, കണ്ണാലെ കാണുന്നവർ കണ്ടില്ലെന്നാകിലും, കാണുന്നൊരേശുവൻ കൂടെയുണ്ട്. എന്നെ കാണുന്നൊരേശുവൻ കൂടെയുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം ഏകുന്നൊരേശുവുണ്ട്. Thank you.
പ്രയാസവുമേറുമ്പോൾ മാനിച്ചുയർത്തുന്നൊരേശുവുണ്ട്, നിന്നെ മാനിച്ചുയർത്തുന്നൊരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം ഏകുന്നൊരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം ഏകുന്നൊരേശുവുണ്ട്. യേശുവിനാത്മാവേ യേശുവിൻ ശരീരമേ യേശുവിൻ തിരുനിണമേ യേശുവിൻ തട ജലമേ യേശുവിൻ പീഡകളേ നന്മതൻ നിറകുടമേ നാഥ നിൻ തിരുമുറിവിൽ മേലിൽ വേർപിരിയാതെ എല്ലാ തിന്മയിൽ നിന്നും മരണം വന്നണയുമ്പോൾ നിൻ തിരുസവിധം പോകാൻ സകല വിശുദ്ധരുമുന്നാ പ്രിയമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക്. ഒരാഴ്ച വളരെ ഭക്തിനിർഭരമായ ആത്മീയ ഒരുക്കത്തോടുകൂടിയുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നമ്മളെല്ലാവരും ഒരുമയോടും ഭക്തിയോടും സ്നേഹത്തോടും വളരെ തീഷ്ണതയോടും കൂടി കൊണ്ടാണ്. ഒരുപാട് പേര് നമ്മളെ സഹായിച്ചു. ഒരുപാട് ദൈവാനുഗ്രഹം ഈ തിരുനാൾ വഴി നമുക്ക് ലഭിച്ചു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയും ഇത്തരുണത്തിൽ ഈ തിരുനാൾ സമാപന ബലിയർപ്പണത്തിൽ പ്രാർത്ഥിച്ച വൈദികരെയും ഞങ്ങളെല്ലാവരെയും ഓർത്ത് നന്ദി അർപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ടെറിയച്ചനാണ് വളരെ ഭക്തിനിർഭരമായി നമുക്ക് വേണ്ടി പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ടെറിയച്ചൻ കോട്ടപ്പുറം ഇടവക വികാരിയാണ്. അച്ഛൻ്റെ സ്വദേശം കോയിവളയാണ്. വൈകുന്നേരം അച്ഛന് ഇടവക പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നിട്ടും സ്നേഹത്തോടെ ഓടി വന്ന്
പരിശുദ്ധ ബലി അർപ്പിച്ച ബഹുമാനപ്പെട്ട ചെറിയച്ഛന് നന്ദി. വളരെ ഭംഗിയായി വചനപ്രഘോഷണം നടത്തിയത് ചെറിയച്ഛനാണ്. അഗസ്റ്റീൻ അച്ഛനാണ് വരുവാനിരുന്നതെങ്കിലും അച്ഛന് വരുവാൻ സാധിച്ചില്ല. അച്ഛൻ തന്നെയാണ് ചെറിയച്ഛനെ ഏർപ്പെടുത്തിയത്. വളരെ ഭംഗിയായി തരുണത്തിൽ വചനപ്രഘോഷണം നടത്തിയ ചെറിയച്ഛന് നമ്മളെല്ലായ്പ്പോഴും സഹായിക്കുന്ന ബഹുമാനപ്പെട്ട കോളനച്ഛന് നന്ദി പറയുന്നു. തിരുനാളിന് വേണ്ടി സഹായിച്ചവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കൺവീനർ കൊടിയിറക്കിന് ശേഷം എല്ലാവർക്കും നന്ദി അർപ്പിക്കും. അതുപോലെ സംഭാവന നൽകിയവർ, നേർച്ച നൽകിയവർ, എല്ലാവരുടെയും പേരുവിവരങ്ങൾ ബഹുമാനപ്പെട്ട കൺവീനർ കൊടിയിറക്കിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഗാനമേള ആരംഭിക്കുകയാണ്. 7:30 മണിക്കാണ് ഗാനമേള. അത് നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സൗമ്യതയോടുകൂടി, സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ഗാനമേളയൊക്കെ വീക്ഷിക്കുക. നമ്മുടെ പ്രദേശം മോശപ്പെട്ട പ്രദേശമാകരുത്. വളരെ ആത്മീയ നിറവ് ഇപ്പോൾ നമ്മുടെ ഈ ദേശത്തുണ്ട്. അപ്പോൾ ഗാനമേള അത് നഷ്ടപ്പെടുത്താതെ കൂടുതൽ ഉണർവോടുകൂടി പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമായിട്ട് തിരുനാളിൻ്റെ ഭാഗമായി മാറട്ടെ. അല്ലാതെ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നേരിട്ട് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഒരറിയിപ്പ് കൂടിയുണ്ട്. അടുത്ത ഞായറാഴ്ച പരിശുദ്ധ കുർബാന രാവിലെ 7 മണിക്ക്, രണ്ടാമത്തെ കുർബാന 12 മണിക്കാണ്. കാറ്റഗിസം കുട്ടികൾക്കുള്ള കുർബാന 12 മണിക്കാണ്. കാറ്റഗിസം കുട്ടികൾ 9 മണിക്ക് ദേവാലയത്തിലെത്തിയാൽ മതി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 9 മണിക്ക് ദേവാലയത്തിലെത്തുക. അവർക്ക് ധ്യാനവും ക്ലാസ്സുമാണ് അടുത്ത ഞായറാഴ്ച 9 മണി മുതൽ 1 മണി വരെ. 12 മണിക്ക് അവർക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനയാണ്. കാറ്റഗിസം കുട്ടികൾ, അതുപോലെ അധ്യാപകർ, വിശ്വാസ സമിതി അംഗങ്ങൾ, ജപാലന സമിതി, മറ്റുള്ളവർക്കും ഈ ക്ലാസ്സിലും ധ്യാനത്തിലും പങ്കെടുക്കാം. വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കില്ല. 12 മണിക്കായിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും രണ്ടാമത്തെ കുർബാന. രാവിലത്തെ കുർബാന അടുത്ത ഞായറാഴ്ച 7 മണിക്കും പിന്നീട് 12 മണിക്കുമായിരിക്കും. കാറ്റഗിസം കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് 9 മണിക്ക് ദേവാലയത്തിൽ എത്തിയാൽ മതിയായിരിക്കും. കൊടിയിറക്ക് കറണം. വിശുദ്ധനായ സെബസ്ത്യാനോസ് Viശുദ്ധനായ
നായവനേ അംഗങ്ങളത്രയും ഞങ്ങളെ രക്ഷിക്കാൻ അന്തകൾ കൊണ്ട് പൊരിഞ്ഞവനേ വശുദ്ധനായ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ. ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, അവിടെ പായസ വിതരണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആരും പൊക്കളരുത്. നിന്ന് ഈ കൃതജ്ഞതയും കേൾക്കുകയും അതിനോടൊപ്പം പായസം ഉപയോഗിക്കുകയും ചെയ്തിട്ട് പോകാമോ? പാവട്ടമൂല വിശുദ്ധ സെന്റ് സെബാസ്റ്റ്യന്റെ 2026 തിരുനാളിൽ സഹായിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഇടവുകാരിക്കും തിരുക്കർമ്മങ്ങൾക്ക് പങ്കുവച്ച മറ്റു വൈദികർക്കും തിരുനാൾ കമ്മിറ്റിയുടെയും പ്രസിഡന്റുമാരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ദിവ്യബലിക്കും ബലിപീഠത്തിലെ പൂക്കൾ അലങ്കരിക്കുന്നതിനും കുരിശടി അങ്കണത്തിൽ പൂക്കൾ അലങ്കരിച്ചതിനും സഹായിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് നന്ദി അറിയിക്കുന്നു. കൊമ്പ്രി സഭാ അംഗങ്ങൾക്കും അൽത്താര ബാലന്മാർ, കണക്കൻ, മോസ്ക്, ക്ലാർക്ക്, പള്ളിയിലെ ധനകാര്യ സമിതി അംഗങ്ങൾ എന്നിവയ്ക്ക് നന്ദി അറിയിക്കുന്നു. തിരുനാൾ നടക്കുന്ന ദിവസം കോട്ടയക്കും മറ്റു കർമ്മങ്ങൾക്കും സ്പോൺസർ ചെയ്ത മേരിദാസൻ കുടുംബാംഗങ്ങളെയും നന്ദി അറിയിക്കുന്നു. 5 ദിവസത്തെ ബൈബിൾ കൺവെൻഷൻ നേർച്ചയായി നടത്തിയ ശ്രീമതി എലിസബത്തിൻ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാ ദിവസവും ജപമാല, നൊവേന എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ ആനിമേറ്റേഴ്സിനെയും നന്ദി അറിയിക്കുന്നു. ശനിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിഷ എൽസൺ പുത്തൻ വീടിന് നന്ദി അറിയിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്കും ഗായക സംഘത്തെ സ്പോൺസർ ചെയ്ത ഫെബിൻ പ്രസാദ് അലോഷ്യസിന് നന്ദി അറിയിക്കുന്നു. കുരിശടിയിലെ പരിസരങ്ങൾ വൃത്തിയാക്കിയാൽ നേതൃത്വം നൽകിയ 3-ാം വാർഡിലെയും 4-ാം വാർഡിലെയും മെമ്പർമാർക്കും അതിനോടൊപ്പം തൊഴിലുറപ്പ് സഹോദരിമാർ ഇവിടെ വൃത്തിയാക്കുകയും ഇവിടെ സ്നേഹവിരുന്നിന് വിതരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രദർശനത്തിൻ്റെ വഴിയൊരുക്കി വളരെ ഭംഗിയായി നടത്തിയതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇത് ക്രമീകൃതമായ രീതിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത മുൻ കമ്മിറ്റി അംഗങ്ങൾക്കും യുവജനങ്ങൾ, പരിസരവാസികൾ എന്നിവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ശബ്ദവും വെളിച്ചവും നൽകി പ്രഭാസോണ്ടിനും ടീമംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. രുചികരമായ ഭക്ഷണം നൽകിയ മേരിദാസിനും ടീമംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. കുണ്ടറ KSCBയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും കുണ്ടറ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ സഹായിച്ച് അവരെ നന്ദി അറിയിക്കുന്നു. സ്നേഹവിരുന്നിന് സംഭാവന നൽകിയ പച്ചക്കറി സ്പോൺസർ ചെയ്ത ജോസഫ് ഡേവിഡ് ഡോക്ടർ വിജിമോൾ PS പേഴുമ്പുഴ മേരിവിലാസത്തിനും നന്ദി അറിയിക്കുന്നു. സംഭാവന നൽകിയ ബാദുസുഖൻ പേരേൽ, സലീം ഹൗസ് കുമ്പളം, മേരിദാസൻ സൈനു ഭവൻ കുമ്പളം, സണ്ണി സുസ്മിത ഭവൻ കുമ്പളം, സെലിൻ സെൽവാനോ സ്ഥലത്തിൽ, ജോസഫ് അമല നിവാസ് എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. കൂടാതെ സ്നേഹപൂരനായി അരിസമ്പർദ്ദനം ചെയ്ത 3-ാം വാർഡിലെ തൊഴിലുറപ്പ് സഹോദരിമാർ വാൾട്ടൺ, ഷിജു നിൽഫർഡ്, അനിൽകുമാർ, ആൽമേരി, പോൾ, മഞ്ജു മാർഗറ്റ്, ആൽബിൻ, വിനോദ് എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ചെന്തമേളം, ബാൻഡ്, പടക്കൻ എന്നിവ നൽകിയ അതിൻ്റെ ടീമംഗങ്ങൾക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇതിലേക്ക് ഉപരിയായി തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായ നെപ്പോളിയൻ ചെരുവൈക, നെൽസൺ തെക്കേവിള പുത്തൻ വീട്, ജൂലിയൂസ് പാവട്ടുമുല, സൈനു മേരിദാസൻ, അംബിക തോമസ്, മനോജ് ജോസ് എന്നിവർക്ക് വളരെയധികം നന്ദി അർപ്പിക്കുന്നു. അതുകൂടാതെ പ്രദർശനത്തിന് സെൻറ്റ് സെബാസ്റ്റ്യൻ രൂപം അലങ്കരിച്ച സണ്ണിയുടെ കുടുംബാംഗത്തിനെയും സെൻറ്റ് മൈക്കിൾസ് രൂപം അലങ്കരിച്ച ആൻ അൽഫോൺസ് വാൾട്ടൺ കുടുംബത്തിനും മാതാവിൻ്റെയും അൽഫോൻസാമ്മയുടെയും ദിവസവും അലങ്കരിച്ച പ്രസിദ്ധീകർക്കും നന്ദി അറിയിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം മാത്രം ഉണ്ടായിരുന്നതിനാൽ പ്രത്യേകിച്ച് ഗാനമേള സമയത്ത് തുടങ്ങുന്നതിനാലും ദീർഘിപ്പിക്കുന്നില്ല. ആയതിനാൽ
ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവർ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം. ഒരറിയിപ്പ്, ഒരു വീടിൻ്റെ താക്കോൽ കളഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം.